നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജെൻഡർ ഐഡൻറ്റിറ്റിയും സോഷ്യലൈസേഷൻ പ്രാക്ടീസസുമാണ്. ജെൻഡർ ഐഡൻറ്റിറ്റി എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒരു ആളുടെ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള അയാളുടെ ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വം, ലിംഗപരമായി ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എന്താണ്, അതാണ് ജെൻഡർ ഐഡൻറ്റിറ്റി. അതവർ എന്ത് ചെയ്യാണ്, സെൽഫായിട്ട് റിയലൈസ് ചെയ്യാണ്, അവർ സ്വയം മനസ്സിലാക്കിയെടുക്കുന്നതാണ്. ഓരോ വ്യക്തികളും സ്വയം മനസ്സിലാക്കിയെടുക്കുന്ന ഒന്നാണ് ഇത് ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന്. തൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റി ഫെമിനൈൻ ആണോ, അല്ലെങ്കിൽ മസ്കുലൈൻ ആണോ, അല്ലെങ്കിൽ രണ്ടും കൂടിയതാണോ, അല്ലെങ്കിൽ ഇതൊന്നുമല്ലേ എന്നൊക്കെ ഒരാൾ സ്വയം കണ്ടെത്തുന്നതാണ് ഇത് ഇവിടെ. സോ ഓരോരുത്തർക്കും വ്യത്യസ്തമായ, പലർക്കും ജെൻഡർ ഐഡൻറ്റിറ്റി എല്ലാവർക്കും ഒന്നല്ല, അത് വ്യത്യസ്തമായിരിക്കും. അവരുടെ ഇതായിട്ടുള്ള ചില സവിശേഷതകൾക്കനുസരിച്ചുകൊണ്ട് ആ മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം. പിന്നീട് വരുന്നതാണ് സോഷ്യലൈസേഷൻ. സാമൂഹ്യവൽക്കരണം എന്നുള്ളതാണ്, അല്ലേ? സമൂഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഈ പറയുന്ന സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രവൃത്തി, ഈ പ്രോസസ്സ്. രണ്ടിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം. ജെൻഡർ ഐഡൻറ്റിറ്റി ഈസ് എ ടേം ദാറ്റ് റെഫർ ടു ബി മസ്കുലൈൻ ആൻഡ് ഫെമിനൈൻ സെൽഫ് ഡെഫിനീഷൻ, അല്ലേ? ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ടേം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അതായത് മസ്കുലൈനാണ് ഒരാളുടെ സെൽഫ് ഡെഫിനീഷൻ, ഒരാളുടെ സ്വയനിർവചനം, ഒരാളുടെ ജെൻഡറിനെ കുറിച്ചുള്ള അയാളുടെ സ്വയനിർവചനമാണത്. എന്ത്, അയാൾ മസ്കുലൈൻ ആണോ ഫെമിനൈൻ ആണോ എന്ന് തീരുമാനിക്കപ്പെടുന്നതിനെയാണെന്ത് ജെൻഡർ ഐഡൻറ്റിറ്റി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇഫ് വൺ ഐഡൻറ്റിഫൈ വൺ സെൽഫ് ആസ് മെയിൽ ഓർ ഫീമെയിൽ സൈക്കോളജിക്കലി without considering biological identity and behaving accordingly in society, then what the individual feels about himself or herself is his or her true gender identity. If one identify, ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അയാൾ കണ്ടെത്തുന്നു എന്ത്, വൺ സെൽഫ്, അയാളുടെ സ്വന്തം സെൽഫിനെ ആസ് മെയിൽ ഓർ ഫീമെയിൽ, അത് ആ സെൽഫ് ഒന്നെങ്കിൽ എന്തായിരിക്കാം, മെയിലായിരിക്കാം അല്ലെങ്കിൽ ഫീമെയിൽ ആയിരിക്കാം, പുരുഷനായിരിക്കാം അല്ലെങ്കിൽ സ്ത്രീ എന്നുള്ളതായിരിക്കാം. സൈക്കോളജിക്കലി മെയിൽ ഓർ ഫീമെയിൽ ആയിട്ടുള്ള ഒരാളുടെ സെൽഫിനെ അയാൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. വിത്തൗട്ട് കൺസിഡറിങ് ദ ബയോളജിക്കൽ ഐഡൻറ്റിറ്റി, ബയോളജിക്കൽ ആയിട്ടുള്ള ജീവശാസ്ത്രപരമായിട്ടുള്ള ഐഡൻറ്റിറ്റി, വ്യക്തിത്വത്തെ പരിഗണിക്കാതെ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, സൈക്കോളജിക്കലി അയാൾ എന്ത് ചെയ്യുന്നു, മെയിലാണോ ഫീമെയിലാണോ എന്ന് സ്വയം കണ്ടെത്തുന്ന ഒരു ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇത് ഇവിടെ നടക്കുന്നത് ഇൻ സൊസൈറ്റിയിൽ. പിന്നെ പറയുന്നു ദെൻ വാട്ട് ദ ഇൻഡിവിജ്വൽ ഫീൽസ് അബൌട്ട് ഹിംസെൽഫ് ഓർ ഹെംസെൽഫ്, അയാളെക്കുറിച്ച് അല്ലെങ്കിൽ അവനെക്കുറിച്ച് അല്ലെങ്കിൽ അവളെക്കുറിച്ച് ഓരോ വ്യക്തിയും സ്വന്തം, അല്ലേ, അവനെക്കുറിച്ചോ അല്ലെങ്കിൽ അവളെക്കുറിച്ചോ എന്ത് ചെയ്യുന്നു, രണ്ടുപേരും, അത് സ്ത്രീ ആണെങ്കിൽ സ്ത്രീയെക്കുറിച്ച് അവനെക്കുറിച്ച് തന്നെ, അല്ലേ, സ്ത്രീ ആണെങ്കിൽ അവളെക്കുറിച്ച് തന്നെ, പുരുഷനാണെങ്കിൽ അവനെക്കുറിച്ച് തന്നെ അവൻ എന്താണ് ഇൻഡിവിജ്വലി ഫീൽ ചെയ്യുന്നത്, അതാണ് അയാളുടെ അയാളുടെയോ അല്ലെങ്കിൽ അവളുടെയോ യഥാർത്ഥമായ ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഓരോരുത്തരുടെയും ഉള്ളിൽ, ഓരോ മനുഷ്യരുടെയും ഉള്ളിൽ അയാൾ എന്താണ് കരുതുന്നത്, അയാൾ തൻ്റെ ജെൻഡറിനെ കുറിച്ച്, തൻ്റെ ലിംഗത്തെക്കുറിച്ച്, ലിംഗഭേദത്തെക്കുറിച്ച് അയാൾ എന്താണോ കരുതുന്നത്, അതാണ് അയാളുടെ യഥാർത്ഥ ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഒരു വ്യക്തി ജനിച്ചത് പുരുഷനായിട്ടാണെങ്കിലും അയാളുടെ മനസ്സിനുള്ളിൽ സൈക്കോളജിക്കലി അയാൾ ആരാണ്, ഒരു സ്ത്രീയാണെന്ന് കരുതുന്നുവെങ്കിൽ അതാണ് അയാളുടെ ജെൻഡർ ഐഡൻറ്റിറ്റി എന്നുള്ളത് മനസ്സിലാക്കുക. ജെൻഡർ ഐഡൻറ്റിറ്റി ഈസ് വൺ ഓഫ് പോസിബിൾ സോഷ്യൽ ഐഡൻറ്റിറ്റീസ്. ഒരുപാട് സോഷ്യൽ ഐഡൻറ്റിറ്റീസ് ഉണ്ട്. അതിൽപ്പെട്ട ഒരു ഐഡൻറ്റിറ്റിയാണ് ഇത് ജെൻഡർ ഐഡൻറ്റിറ്റി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് നോക്കാം, സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന ടേം എന്താണെന്നുള്ളത്. സാമൂഹികവൽക്കരണം എന്ന് മലയാളത്തിൽ പറയും. സോഷ്യലൈസേഷൻ ഈസ് എ പ്രോസസ് ത്രൂ വിച്ച് ദ ചൈൽഡ് ബിക്കം ആൻ ഇൻഡിവിജ്വൽ റെസ്പെക്ടിങ് ഹിസ് ഓർ ഹെർ എൻവയോൺമെൻറ്റ്, ലോസ്, നോംസ് ആൻഡ് കസ്റ്റംസ്. സോഷ്യലൈസേഷൻ ഈസ് എ പ്രോസസ്, അതൊരു പ്രക്രിയയാണ്. സാമൂഹികവൽക്കരണം എന്നാൽ ഒരു പ്രക്രിയയാണ്. ത്രൂ വിച്ച്, അതിലൂടെ എന്ത് ചെയ്യുന്നു, ദ ചൈൽഡ് ബിക്കം ആൻ ഇൻഡിവിജ്വൽ, ഒരു കുട്ടി എന്ത് ചെയ്യുന്നു, ഒരു വ്യക്തിയായി മാറുന്നു. ഒരു ചെറിയ കുട്ടി, ആ കുട്ടി എന്തായി മാറുന്നു, ഒരു വ്യക്തിയായി മാറുന്നു. ഏത് തരത്തിലുള്ള വ്യക്തിയാണ്, റെസ്പെക്ടിങ് ഹിസ് ഓർ ഹെർ എൻവയോൺമെൻറ്റ്. എന്ത് ചെയ്യുന്നു, ആ വ്യക്തി എന്ത് ചെയ്യുന്നു, തൻ്റെ എൻവയോൺമെൻറ്റിനെ, തൻ്റെ പരിസ്ഥിതിയെ, തൻ്റെ ചുറ്റുപാടുകളെ അയാൾ എന്ത് ചെയ്യുന്നു, റെസ്പെക്റ്റ് ചെയ്യുന്നു. പിന്നെയോ അവിടുത്തെ നിയമങ്ങളെ അയാൾ റെസ്പെക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവൾ റെസ്പെക്റ്റ് ചെയ്യുന്നു. അവിടുത്തെ നോംസിനെ,
കസ്റ്റംസിനെ ഒക്കെ റെസ്പെക്റ്റ് ചെയ്യുന്നു. സോ ഇത്തരത്തിലുള്ളൊരു പ്രക്രിയയാണ് ഇത് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇതൊരു പ്രക്രിയയാണ്. ഇവിടെ ഒരു കുട്ടി എന്ത് ചെയ്യുന്നു, ഒരു ചിൽഡ്രൻ ബിക്കം ആൻ ഇൻഡിവിജ്വൽ ദാറ്റ് റെസ്പെക്ട് ഹിസ് ഓർ ഹർ എൻവയോൺമെൻറ്റ്, ലോസ്, കസ്റ്റംസ്, നോസ്, എക്സെട്ര. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു കുട്ടിയെ, ഒരു ഇൻഡിവിജ്വലായി മാറുന്നതാണ് ഇത് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാമൂഹികവൽക്കരണം എന്ന് പറയുന്ന സംഗതി, സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ആവശ്യമുള്ളൊരു കാര്യമാണ്. തൻ്റെ ചുറ്റുപാടിനെക്കുറിച്ച്, തൻ്റെ ചുറ്റുപാടുള്ള മനുഷ്യരെക്കുറിച്ച് ഒക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിനെന്ത് ചെയ്യണം, അയാൾ പുറത്തേക്ക് ഇറങ്ങണം, സമൂഹത്തിലേക്ക് ഇറങ്ങണം. സമൂഹത്തിലേക്ക് ഇറങ്ങി ഇടപഴകുന്ന ആ ഒരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ എന്ത്, സോഷ്യലൈസേഷൻ. നമ്മൾ ചിലരെക്കുറിച്ച് പറയാറുണ്ട്, ചിലരെക്കുറിച്ച് പറയും അവർ തീരെ സോഷ്യലല്ല, അവരെപ്പോഴും വീട്ടിനുള്ളിലാണ്, അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി തൻ്റെ ചുറ്റുപാടുകളെയൊന്നും പരിഗണിക്കാതെ ജീവിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ അവർ അൺസോഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ നോൺ സോഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. മറ്റുള്ളവരുമായി ഇടപഴകാതെ ഇത്തരത്തിലുള്ള നിയമങ്ങൾ, അതുപോലെ നോംസ്, കസ്റ്റംസിനൊന്നും പരിഗണന കൊടുക്കാത്ത ആളുകളാണ് അൺസോഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ. പക്ഷേ സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. സോഷ്യലൈസേഷൻ ഈസ് എ പ്രോസസ് ഇൻ വിച്ച് വി ലേൺ ദ നോംസ് ആൻഡ് വാല്യൂസ് ഓഫ് ദി സൊസൈറ്റി. സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ നമ്മൾ എന്ത് നേടിയെടുക്കുന്നു, സൊസൈറ്റിയിലുള്ള നോംസ്, വാല്യൂസ്, ഐഡിയകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, സൊസൈറ്റിയിലുള്ള നമ്മൾ താമസിക്കുന്ന ഒരു വ്യക്തി താമസിക്കുന്ന ആ സൊസൈറ്റിയിലുള്ള നോംസും വാല്യൂസും ഒക്കെ എന്താണെന്ന് അയാൾ പഠിക്കുന്ന പ്രക്രിയയാണ് ആക്ച്വലി എന്ത്, സോഷ്യലൈസേഷൻ. ഏജൻറ്റ്സ് ഓഫ് സോഷ്യലൈസേഷൻ ആർ, ഏതെല്ലാം ഏജൻറ്റുകളാണ് നമ്മൾ സോഷ്യലൈസേഷന് സഹായിക്കുന്നതെന്നാണ് പറയുന്നത്. ഏജൻറ്റ്സ് ഓഫ് സോഷ്യലൈസേഷൻ ആർ പീപ്പിൾ. ഒന്നുകിൽ അത് വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ആരായിരിക്കാം, ഗ്രൂപ്പ്, ഒരു കൂട്ടം ആളുകളായിരിക്കാം, ഒരു ഗ്രൂപ്പായിരിക്കാം, ഒരു കൂട്ടായ്മയായിരിക്കാം. ദാറ്റ് അസിസ്റ്റ് ഇൻഡിവിജ്വൽ, അതെന്ത് ചെയ്യുന്നു, ഒരു വ്യക്തിയെ സഹായിക്കുന്നു. എന്തിന്, ഇൻ സോഷ്യലൈസേഷൻ പ്രോസസ്സ്. സാമൂഹികവൽക്കരണ പ്രക്രിയയിൽ ഒരു വ്യക്തിയെ സഹായിക്കുന്ന ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോ അല്ലെങ്കിൽ മറ്റൊരു കൂട്ടായ്മയോ ആണെന്ത്, സോഷ്യലൈസേഷൻ ഏജൻറ്റ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഏതെല്ലാമാണ് ആ ഗ്രൂപ്പുകൾ, സച്ച് ആസ് ഫാമിലി ഒരു കൂട്ടമാണ്. ഫാമിലി എന്ത് ചെയ്യുന്നു, ഒരു കുടുംബമാണെന്ത്, സമൂഹത്തിൻ്റെ ഏറ്റവും ഇൻഡിവിജ്വൽ യൂണിറ്റ് എന്ന് പറയുന്നു. ഒരു സൊസൈറ്റിയിലെ ഇൻഡിവിജ്വൽ യൂണിറ്റ് ഏതാണ്, ഫാമിലിയാണ്. സോ ഈ ഒരുപാട് ഫാമിലികൾ കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, ഒരു സൊസൈറ്റി ഉണ്ടാകുന്നത്. സോ സൊസൈറ്റിയിൽ നിന്നാണ് ആദ്യം എന്ത് ചെയ്യുന്നത്, ഒരു സോഷ്യലൈസേഷൻ, സാമൂഹ്യവൽക്കരണ പ്രക്രിയക്ക് തുടക്കം കുറിക്കുന്നത്. പിന്നെയോ മീഡിയകൾ, അല്ലേ, മാധ്യമങ്ങൾ, പിന്നെയോ റിലീജിയൻ, മതം, അതുപോലെ തന്നെ വർക്ക് പ്ലേസ്, ജോലിസ്ഥലം, ഇതെല്ലാം തന്നെ സോഷ്യലൈസേഷന് വേണ്ടി സഹായിക്കുന്ന മാർഗങ്ങളാണ്. പിന്നെയോ ഇറ്റ് ഈസ് എ പ്രോസസ് ത്രൂ വിച്ച് ചൈൽഡ് ബിക്കം ആൻ ഇൻഡിവിജ്വൽ റെസ്പെക്ടിങ് ഹിസ് ഓർ ഹർ എൻവയോൺമെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, നോംസ്, കസ്റ്റംസ് എല്ലാം റെസ്പെക്റ്റ് ചെയ്യുന്ന ആളായി മാറുന്നത് ഈ സോഷ്യലൈസേഷൻ പ്രക്രിയയിലൂടെയാണ്. പിന്നീട് പറയുന്നു, സോഷ്യലൈസേഷൻ റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ഇൻ്ററാക്ഷൻ through which the growing individual learns the custom, attitude, values and beliefs of the social group into which he has born. ഒരു കുട്ടി ജനിച്ചു വീണ സ്ഥലം, ഒരു കുട്ടി ജീവിക്കുന്ന സ്ഥലം, അല്ലേ, തൻ്റെ സൊസൈറ്റി, ആ സൊസൈറ്റിയിലുള്ള വാല്യൂസ്, കസ്റ്റംസ്, ആറ്റിറ്റ്യൂഡ് എല്ലാം ഒരു കുട്ടി ലേൺ ചെയ്യുന്നു, പഠിച്ചെടുക്കുന്ന ആ ഒരു പ്രക്രിയ, അത്തരത്തിലുള്ളൊരു ഇൻ്ററാക്ഷൻ ആണെന്ത്, ഈ പറയുന്ന സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഇൻ്ററാക്ഷൻ നടക്കുന്നുണ്ട്, അല്ലേ, സൊസൈറ്റിയും അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള ഒരുപാട് യൂണിറ്റുകളും അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു വ്യക്തിയും തമ്മിലുള്ള ഇൻ്ററാക്ഷനിലൂടെ, ഇടപഴകലിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, സോഷ്യലൈസേഷൻ സാധ്യമാകുന്നത്. സോഷ്യലൈസേഷൻ സാധ്യമാകണമെങ്കിൽ എന്ത് ചെയ്യണം, കുട്ടി വീടിന് പുറത്തേക്ക് ഇറങ്ങണം. വീട്ടിലിരുന്നാൽ മാത്രം മതിയോ, ഒരുപാട് സോഷ്യൽ ഏജൻറ്റുകളുണ്ട്. ആ ഏജൻറ്റുകളുമായിട്ടൊക്കെ ഇൻറ്ററാക്ട് ചെയ്യണം. ത്രൂ ഇൻ്ററാക്ഷൻ, ആ ആക്റ്റീവായിട്ടുള്ള ഇൻ്ററാക്ഷനിലൂടെ എന്ത് ചെയ്യുന്നു, ഇടപഴകലിലൂടെ എന്ത് ചെയ്യുന്നു, കുട്ടികൾ എന്ത് നേടിയെടുക്കുന്നു, സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ആചാരങ്ങൾ, സൊസൈറ്റിയിലുള്ള ആറ്റിറ്റ്യൂഡ്, സൊസൈറ്റിയിലുള്ള വാല്യൂസ്, സൊസൈറ്റിയിലുള്ള ബിലീഫ്, ഇതിനെക്കുറിച്ചൊക്കെ കുട്ടികൾ പഠിച്ചെടുക്കുന്നു. എന്നിട്ട് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ആ സൊസൈറ്റിക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു, അവർ പ്രവർത്തിക്കുകയും ചെയ്യും. പിന്നീട് പറയുന്ന ഒരു ടേമാണ് ജെൻഡർ സോഷ്യലൈസേഷൻ. നമുക്കറിയാം ലിംഗപരമായിട്ട്, അല്ലേ, ലിംഗപരമായിട്ടുള്ള കാറ്റഗറീസ് ഉണ്ട്. ഫെമിനൈന്, മസ്കുലൈന്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളതും മറ്റ് ജെൻഡർ ഐഡൻറ്റിറ്റി കാറ്റഗറീസ് ഒക്കെ ഉണ്ട്.
സോ ഈ ജെൻഡർ സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക കൺസെപ്റ്റാണ്. Gender socialization is more focused from the socialization. It is how children of different sexes are socialized into their gender roles. ജെൻഡർ സോഷ്യലൈസേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? എങ്ങനെയാണ് കുട്ടികൾ വ്യത്യസ്ത ലിംഗഭേദങ്ങളിൽ പെട്ടിട്ടുള്ള, ലിംഗപരമായി വ്യത്യാസങ്ങളുള്ള വ്യത്യസ്ത കുട്ടികൾ, വിവിധങ്ങളായ കുട്ടികൾ എങ്ങനെയാണ് സോഷ്യലൈസ് ചെയ്യുന്നത് അവരുടെ ജെൻഡർ റോളുകളിലേക്ക്. ജെൻഡർ റോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ജെൻഡർ റോൾ എന്ന് പറയുന്നത് ബാഹ്യപരമായിട്ടുള്ള പ്രകടനമാണ്. സോ ബാഹ്യപരമായിട്ടുള്ള പ്രകടനം എന്നുള്ള രീതിയിൽ ജെൻഡർ റോളുകൾ ഉണ്ടാക്കുന്നതിൽ എങ്ങനെയാണ് വ്യത്യസ്തമായ കുട്ടികൾ സോഷ്യലൈസ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സോഷ്യലൈസേഷനിലൂടെ ഓരോ വ്യക്തിയും വ്യത്യസ്ത കാറ്റഗറിയിലുള്ള, സെക്സ് കാറ്റഗറിയിലുള്ള കുട്ടികൾ എങ്ങനെയാണ് അവരുടെ ജെൻഡർ റോൾ അക്വയർ ചെയ്യുന്നത്, അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. Defined as the process through which an individual learns gender roles in accordance with the beliefs, values, tradition and social norms of the society in which they live and act accordingly. ഒരു വ്യക്തി ഏത് സമൂഹത്തിലാണോ ജീവിക്കുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഇതൊരു പ്രക്രിയയാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു? വ്യക്തികൾ പഠിക്കുന്നു എന്ത്? അവരുടെ ജെൻഡർ റോളിനെ കുറിച്ച്. തൻ്റെ ജെൻഡർ ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ റോള് ഈ സൊസൈറ്റിയിൽ എന്താണ് എന്ന് അവർ മനസ്സിലാക്കും. അക്കോർഡൻസ് വിത്ത് ദ ബിലീഫ്സ്, വാല്യൂസ്, ട്രഡീഷൻ ആൻഡ് സോഷ്യൽ നോംസ് ഓഫ് ദി സൊസൈറ്റി. ആ സമൂഹത്തിൽ, ഏത് സമൂഹത്തിലാണോ ഒരു വ്യക്തി ജനിച്ചിട്ടുള്ളത്, ഏത് സമൂഹത്തിലാണോ ഒരു വ്യക്തി ജീവിക്കുന്നത്, ആ സമൂഹത്തിലെ ബിലീഫ്സിനും വാല്യൂസിനും ട്രഡീഷനും സോഷ്യൽ നോംസിനുമൊക്കെ അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ഓരോരുത്തരും വ്യക്തികളും പെരുമാറേണ്ടതുണ്ട്. അതിനെന്ത് ചെയ്യണം? അവരുടെ ജെൻഡർ റോൾ ആദ്യം മനസ്സിലാക്കണം. ഓരോ സൊസൈറ്റിയിലെയും ഓരോ വ്യക്തിയുടെയും ഈ ജെൻഡർ റോളിനെ കുറിച്ച് ഓരോരുത്തരും മനസ്സിലാക്കുകയും എന്നിട്ട് എന്ത് ചെയ്യും? അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതാണ് ജെൻഡർ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഓരോ വ്യക്തിയും എന്ത് ചെയ്യണം? ജെൻഡർ സോഷ്യലൈസേഷനിലൂടെ തൻ്റെ ജെൻഡർ റോൾ എന്താണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് താൻ ഏത് സൊസൈറ്റിയിലാണോ ജീവിക്കുന്നത് ആ സൊസൈറ്റിയുടെ നോംസിനും വാല്യൂസിനും കസ്റ്റംസിനും ഒക്കെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? തൻ്റെ ജെൻഡർ റോളുമായിട്ട് എന്ത് ചെയ്യണം? അത് മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. അതാണ് ജെൻഡർ സോഷ്യലൈസേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ലിംഗപരമായിട്ടുള്ള സാമൂഹികവൽക്കരണം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാം. അടുത്ത പറയുന്നു ജെൻഡർ ഐഡൻറ്റിറ്റി ആൻഡ് സോഷ്യലൈസേഷൻ പ്രാക്ടീസസ് ഫാമിലി. കുടുംബമാണ് എല്ലാത്തിൻ്റെയും അടിത്തറ, അല്ലേ? സോ ഇവിടെ എങ്ങനെയാണ് ജെൻഡർ ഐഡൻറ്റിറ്റിയും സോഷ്യലൈസേഷൻ പ്രാക്ടീസസും, ജെൻഡർ ഐഡൻറ്റിറ്റി ആൻഡ് സോഷ്യലൈസേഷൻ പ്രാക്ടീസസ് ഫാമിലിയിൽ എങ്ങനെയാണ്, കുടുംബത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരാൾ ജെൻഡർ ഐഡൻറ്റിറ്റി കണ്ടെത്തുന്നത്, ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അതുപോലെ സോഷ്യലൈസേഷൻ പ്രോസസ്സ്, ജെൻഡർ സോഷ്യലൈസേഷൻ പ്രക്രിയകൾ, പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നോക്കാം. ഫാമിലി ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഏജൻറ്റ് ഓഫ് സോഷ്യലൈസേഷൻ. കുടുംബം എന്ന് പറയുന്നത് സാമൂഹികവൽക്കരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ഒരു കണ്ണിയാണ്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ ബേസിക് സ്കിൽ ദാറ്റ് ആർ ലേൺ ടു ബി എ ഫങ്ഷണൽ മെമ്പർ ഓഫ് സൊസൈറ്റി. സമൂഹത്തിലെ ഒരു ഫങ്ഷണൽ മെമ്പർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ സമൂഹത്തിലേക്കുള്ള ഒരു ഫങ്ഷണൽ മെമ്പർ ആയി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഓരോ വ്യക്തികൾക്കും ആവശ്യമായ ബേസിക് സ്കിൽസ്, അടിസ്ഥാനമായ കഴിവുകൾ വികസിപ്പിക്കപ്പെടുന്നത് വീട്ടിൽ നിന്നാണ്. ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു വ്യക്തി പെരുമാറേണ്ടത് എന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കഴിവുകൾ, കാര്യങ്ങളെല്ലാം ഒരു കുട്ടി പഠിച്ചെടുക്കുന്ന വീട്ടിൽ നിന്നാണ്. സോ ഫാമിലി ഓർ ഹോം ഈസ് എ മിനിയേച്ചർ ഓഫ് എ സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ, ഒരു സമൂഹത്തിൻ്റെ ചെറിയൊരു രൂപം എന്ന് വേണമെങ്കിൽ നമുക്കെന്ത് പറയാം? ഫാമിലിയെ, കുടുംബത്തെ പറയുവാൻ സാധിക്കും. സോ ഈ ഫാമിലിയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഇൻഡിവിജ്വൽ സൊസൈറ്റിയിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത് എന്നതിനുള്ള ബേസിക് സ്കിൽസ്, അടിസ്ഥാനപരമായ കഴിവുകളെല്ലാം നേടിയെടുക്കുന്നത് ബൈ ഒബ്സർവേഷൻ, ഇമിറ്റേഷൻ, അല്ലേ? നിരീക്ഷണങ്ങളിലൂടെയും അതുപോലെ അല്ലേ പരിശീലനത്തിലൂടെയും ഒക്കെ എന്ത് ചെയ്യും? ഇമിറ്റേറ്റ് ചെയ്യുന്നതിലൂടെയൊക്കെ എന്ത് ചെയ്യും? കുട്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീട്ടിൽ നിന്ന് പഠിച്ചെടുക്കുന്നു. പാരൻസ് ആർ ദ പ്രൈമറി ഇൻഫ്ലുവൻസ് ഓൺ ജെൻഡർ റോൾ ഡെവലപ്മെൻറ്റ് ഇൻ ഏർലി ഇയേഴ്സ് ഓഫ് ലൈഫ്. ഏർലി ഇയേഴ്സ് ഓഫ് ലൈഫ്, കുട്ടികളുടെ ഏറ്റവും തുടക്കകാലങ്ങളിൽ, അല്ലേ, ചെറുപ്പകാലങ്ങളിൽ
കുട്ടികളിൽ ജെൻഡർ റോൾ ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിനുള്ള വികസിപ്പിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ആ വീടുകളിലെ പാരൻസാണ്, രക്ഷിതാക്കളാണ്. രക്ഷിതാക്കളെ കണ്ടിട്ടാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, അവരുടെ ജെൻഡർ റോൾ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. ഈ പറയുന്ന കുട്ടികൾ എന്ത് ചെയ്യും, പാരൻസിനെ ഒബ്സേർവ് ചെയ്യും, നിരീക്ഷിക്കും. അതുപോലെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, അവർ ഈ സോഷ്യലൈസേഷൻ പ്രോസസ്സിലേക്ക്, ജെൻഡർ റോൾ ഡെവലപ്മെൻറ്റിലേക്ക് എന്ത് ചെയ്യും, കടക്കും. പാരൻസ് എൻകറേജ് ചിൽഡ്രൻ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ സെക്സ് ടൈപ്പ്ഡ് ആക്ടിവിറ്റീസ്. ഓരോ സെക്സിനും അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് എല്ലാ രക്ഷിതാക്കളും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കും. ഉദാഹരണമായി പറഞ്ഞാൽ പെൺകുട്ടികളോട് എന്ത് ചെയ്യും, പെൺകുട്ടികളോട് പ്രധാനമായിട്ടും വീട്ടുജോലികൾ, അല്ലേ, കുക്കിംഗ് പോലെയുള്ള ജോലികൾ ചെയ്യുകയാണെങ്കിൽ അത് വീണ്ടും വീണ്ടും ചെയ്യുവാൻ എന്ത് ചെയ്യും, വീട്ടിലുള്ള രക്ഷിതാക്കൾ എന്ത് ചെയ്യും, പ്രോത്സാഹിപ്പിക്കും. കാരണം ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അടുക്കള ജോലി വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അവർ കരുതുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഓരോ സെക്സും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള, മെയിൽ ഓർ ഫീമെയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഓരോ കുട്ടികളെയും എന്ത് ചെയ്യും, അവർ പ്രോത്സാഹിപ്പിക്കും. അല്ലേ, പെൺകുട്ടികളോട് വെള്ളം കോരിക്കൊണ്ട് വരുവാൻ, അല്ലെ വസ്ത്രങ്ങൾ അലക്കുവാൻ, അതുപോലെ വസ്ത്രങ്ങൾ അലക്കിയത് ഉണക്കാനിടുവാൻ, ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രോത്സാഹിപ്പിക്കും. അതേസമയം എന്ത് ചെയ്യും, ആൺകുട്ടികളോട് അല്ലേ കളിക്കുവാനായിട്ടും, അല്ലെ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക്, അല്ലെ ജോലി ചെയ്യുവാനായിട്ടൊക്കെ എന്ത് ചെയ്യും, പ്രോത്സാഹിപ്പിക്കും. ഓരോ സെക്സ് ടൈപ്പ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് എന്ത് ചെയ്യും, പ്രോത്സാഹിപ്പിക്കും എന്നുള്ളതാണ് പറയുന്നത്. കുട്ടികളെ പാരൻസ് പ്രോത്സാഹിപ്പിക്കും. പിന്നെയോ പാരൻസ് ഈവൻ സ്പീക്ക് ആൻഡ് പ്ലേ ഡിഫറൻ്റ്ലി വിത്ത് ദെയർ മെയിൽ ആൻഡ് ഫീമെയിൽ ചിൽഡ്രൻ. ആൺകുട്ടികളോടും, വീട്ടിലുള്ള ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഒരേ രീതിയിലല്ല രക്ഷിതാക്കൾ ഇടപഴകുന്നത്. പെൺകുട്ടികളോട് ആൺകുട്ടികളോടും വളരെ വ്യത്യസ്തമായ രീതിയിൽ ആണ് എന്ത് ചെയ്യുന്നത്, രക്ഷിതാക്കൾ ഇടപഴകുന്നത്, സംസാരിക്കുന്നത്, അതുപോലെ കളികളിൽ ഏർപ്പെടുന്നത്. പാരൻസ് യൂസ് പണിഷ്മെൻറ്റ്സ് ബൈ എക്സ്പ്രസിങ് ഡിസപ്രൂവൽ. പാരൻസ് എന്ത് ചെയ്യും, കുട്ടികൾ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും അവരുടെ എന്ത് ചെയ്യും, അവരുടെ പണിഷ്മെൻറ്റുകൾ എന്ത് ചെയ്യും, അവർ പറയും. പണിഷ്മെൻറ്റുകൾ, ശിക്ഷകൾ എങ്ങനെ, ബൈ എക്സ്പ്രസിങ് ഡിസപ്രൂവൽ. അവർ തയ്യാറല്ല എന്നുള്ള, സമ്മതമല്ല എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, പാരൻസ് അവരുടെ പണിഷ്മെൻറ്റുകൾ എന്ത് ചെയ്യും, പറയും. അതുപോലെ ഇഫ് ചൈൽഡ് ഇൻറ്റൻഡ് ടു ബ്രേക്ക് ദ നോംസ് ഓഫ് ജെൻഡർ റോൾ. ഓരോ കുട്ടിയും അവരുടേതായിട്ടുള്ള ജെൻഡർ റോൾ എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് ചെയ്യും, അനുമതി നൽകാതെ ഓരോ രക്ഷിതാവും എന്ത് ചെയ്യും, തൻ്റെ എന്ത് ചെയ്യും, പണിഷ്മെൻറ്റ് എക്സ്പ്രസ് ചെയ്യുമെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ കുട്ടികൾ, അതായത് ഒരു പെൺകുട്ടിയോട് ക്രിക്കറ്റ് കളിക്കാൻ പോവുകയാണ്, പെൺകുട്ടി ക്രിക്കറ്റ് കളിക്കാൻ പോട്ടെ എന്ന് ചോദിക്കുമ്പോൾ രക്ഷിതാവ് എന്ത് ചെയ്യുന്നു, പോവണ്ട എന്ന് പറയുന്നു. കാരണം പെൺകുട്ടികൾ ക്രിക്കറ്റോ ഫുട്ബോളോ കളിക്കേണ്ടവരല്ല. അതേസമയം ആൺകുട്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഫുട്ബോൾ കളിക്കാനൊക്കെ പോകുന്നെങ്കിൽ അവരെന്ത് ചെയ്യും, അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അതുപോലെ വീട്ടിലെ വീട്ടുജോലികൾ ചെയ്യുവാൻ എന്ത് ചെയ്യുന്നു, ഒരു ആൺകുട്ടി ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യും, അതിനെ ആര് തടയും, വീട്ടിലുള്ള പാരൻസ് തന്നെ എന്ത് ചെയ്യും, തടയുമെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നു പാരൻസ് ടീച്ച് സ്റ്റീരിയോ ടൈപ്പ് ത്രൂ ഡിഫറെൻറ്റ് വേസ് ആൻഡ് ബിഹേവിയർ. വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ, വ്യത്യസ്തമായ പെരുമാറ്റത്തിലൂടെ എന്ത് ചെയ്യുന്നു, ഓരോ പാരൻസും എന്ത് ചെയ്യുന്നു, ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഓൾറെഡി ഉള്ള പ്രീസെറ്റ് ചെയ്തിട്ടുള്ള ടെംപ്ലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. ആൺകുട്ടിയായാൽ ഇന്നത് ചെയ്യണം, പെൺകുട്ടിയായാൽ ഇന്നത് ചെയ്യണം, ആൺകുട്ടിയാണെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, പെൺകുട്ടിയാണെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അങ്ങനെ സ്റ്റീരിയോ ടൈപ്പ് ചെയ്തു വെച്ചിട്ടുണ്ടാകും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പാരൻസ് പഠിപ്പിച്ചു കൊടുക്കുന്നത് തൻ്റെ കുട്ടികളെ എങ്ങനെയാണ്, വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെയാണ്, അതുപോലെ വ്യത്യസ്തമായ പെരുമാറ്റങ്ങളിലൂടെയുമാണ്. ദ വേ ദേ ഡ്രസ് ദെയർ ചിൽഡ്രൻ, ദ വേ ദേ ഡെക്കറേറ്റ് ദെയർ ചിൽഡ്രൻ റൂം, ദ ടോയ്സ് ദേ ഗേവ് ടു ദെയർ ചിൽഡ്രൻ പ്ലേ. ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യും, അവർക്ക് മാർഗങ്ങളുണ്ട്. ഈ പറയുന്ന ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്, ദ വേ ദേ ഡ്രസ് ദെയർ ചിൽഡ്രൻ. അവരുടെ കുട്ടികളെ അവർ ഡ്രസ്സ് ചെയ്യുന്ന രീതിയിലൂടെ തന്നെ മനസ്സിലാവുമെന്ത്, ഓരോ കുട്ടികൾക്കും ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഓരോ കുട്ടിയെ ഡ്രസ്സ് ചെയ്യുന്നതിനനുസരിച്ച്, ഓരോ കുട്ടികളും കിടക്കുന്ന മുറി, കുട്ടികളുടെ റൂമിനെ എന്ത് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്യുന്നതിനനുസരിച്ച്, അതുപോലെ ഓരോ കുട്ടികൾക്കും വാങ്ങി നൽകുന്നതായിട്ടുള്ള
ടോയ്സ്, കളിപ്പാട്ടങ്ങൾ അല്ലേ, ആൺകുട്ടികൾക്ക് ബസ്സോ കാറോ JCB ഒക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ പെൺകുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു, ബാർബി ഡോൾ പോലെയുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു അല്ലേ. ആൺകുട്ടികളുടെ റൂമിൽ എന്ത് ചെയ്യുന്ന ഡെക്കറേറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല പെൺകുട്ടികളുടെ റൂമിൽ എന്ത് ചെയ്യുന്നത്, ഡെക്കറേറ്റ് ചെയ്യുന്നത്. അതുപോലെ ആൺകുട്ടികൾക്ക് ധരിക്കുന്ന വസ്ത്രമായിരിക്കില്ല, അല്ലെങ്കിൽ അതിനേക്കാളും മറ്റൊരു രീതിയിലുള്ള വസ്ത്രമായിരിക്കും പെൺകുട്ടികൾക്ക് ധരിപ്പിക്കുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ എന്ത് ചെയ്യുന്നു, ഓരോ പാരൻറ്റും ഈ സ്റ്റീരിയോ ടൈപ്പായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, കുട്ടികളിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. പിന്നെ ഡിഫറൻസ് ഇൻ ചൈൽഡ് റിയറിങ്, കുട്ടികളെ നോക്കുന്നതിൽ പരിപാലിക്കുന്നതിൽ വരെ എന്തുണ്ട്, അതിൻ്റേതായ വ്യത്യാസങ്ങൾ രക്ഷിതാക്കൾ എന്ത് ചെയ്യും, വെച്ച് പുലർത്തുന്നുണ്ട്. അതുപോലെ പ്ലേയിങ് മെറ്റീരിയൽസ്, ഡിഫറൻസ് എഡ്യൂക്കേഷൻ ആക്സസ്, വിദ്യാഭ്യാസത്തിൽ പ്രവേശനം നൽകുന്നതിന് വിദ്യാഭ്യാസ രംഗത്ത് ആൺകുട്ടികൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പെൺകുട്ടികളെക്കാളും. പിന്നെയോ റോൾ ഓഫ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അല്ലേ, ഒരു ബ്രദർ സിസ്റ്റർ ബന്ധത്തിൽ പോലും എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള ജെൻഡർ ഐഡൻറ്റിറ്റി ആയിട്ടുള്ള ബന്ധങ്ങളുണ്ട്. എപ്പോഴും എന്ത് ചെയ്യും, അതിനനുസരിച്ചുള്ള ഒരു പരിഗണന ആയിരിക്കും എന്ത് ചെയ്യുക, ഈ പറയുന്ന സിസ്റ്റേഴ്സിനൊക്കെ ലഭിക്കുക. പിന്നെ പ്രൈസ് ആൻഡ് റിവാർഡ് എന്ത് ചെയ്യും, ഓരോ കുട്ടികളും ഓരോന്നിനനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് തൻ്റെ ജെൻഡർ റോൾ അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഓരോ കുട്ടികളും ചെയ്യുന്നത് എങ്കിൽ അതിനവരെ പ്രശംസിക്കുകയും അവർക്കുള്ള റിവാർഡുകൾ നൽകുകയും ചെയ്യും. പിന്നെ പറയുന്ന വേരിയഡ് ട്രീറ്റ്മെൻ്റ് ആണ്. ആൺകുട്ടിയെയും പെൺകുട്ടിയെയും വ്യത്യസ്തമായ രീതിയിൽ എന്ത് ചെയ്യുന്നു, വീടിനുള്ളിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നു. എല്ലാവർക്കും ഒരേ രീതിയല്ല, ഇൻഡിപെൻഡൻ്റ് അല്ല. ഗേൾസ് ആയിട്ടുള്ള ലേഡി ആയിട്ടുള്ള ആളുകൾക്ക് ഡിപ്പെൻഡൻ്റ് ആണ് എപ്പോഴും അച്ഛനിലോ അമ്മയിലോ ഭർത്താവിലോ ഒക്കെ. എന്നാൽ എന്താണ്, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഇൻഡിപെൻഡൻ്റ് ആണ്. പിന്നെ അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ്, ഓരോ ചുമതലകൾ ഏൽപ്പിക്കുന്നത് തന്നെ എന്ത് ചെയ്യും, ചുമതലകൾ നൽകുന്നത് തന്നെ ജെൻഡർ ബേസ്ഡ് ആയിട്ടാണ്. അവിടെ തന്നെ ജെൻഡർ റോൾ മനസ്സിലാക്കാൻ സാധിക്കും. സ്ത്രീ ആണെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നതിന്, അലക്കുന്നതിന് എന്ത് ചെയ്യുന്നു, അതുപോലെ തന്നെയുള്ള ഭക്ഷണമുണ്ടാക്കുന്നതിന് കാര്യങ്ങൾക്കൊക്കെയാണ് സ്ത്രീകളെ ചുമതലപ്പെടുത്തുന്നതെങ്കിൽ പുരുഷന്മാരെന്ത് ചെയ്യുന്നു, മറ്റ് ജോലികൾക്കും പുറം ജോലികൾക്കും മറ്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, അച്ഛനെ സഹായിക്കാനൊക്കെയാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, നൽകുന്നത്. അതുപോലെ ഡിഫറൻസ് ഇൻ കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, പാഠ്യേതര പ്രവർത്തനങ്ങൾ, സ്കൂളുകളിലെ പാഠ്യേതര പ്രവർത്തനങ്ങളെ പോലെ തന്നെ കോ കരിക്കുലർ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യും, ഇവിടെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പിന്നെ സെറ്റ് സോഷ്യൽ നോംസ് ആൻഡ് കസ്റ്റംസ്, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും എന്ത് ചെയ്യുന്നു, വ്യത്യസ്തമായിട്ടുള്ള സോഷ്യൽ നോംസ് ആൻഡ് കസ്റ്റംസ്, ആചാരങ്ങൾ എന്ത് ചെയ്യുന്നു, ഇവിടെ സെറ്റ് ചെയ്യപ്പെടുന്നു. സെലക്ഷൻ ഓഫ് വൊക്കേഷൻ, നമുക്കറിയാം ഒരു തൊഴിൽ തിരഞ്ഞെടുക്കാനുള്ള അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം ആർക്കില്ല, സ്ത്രീകൾക്കില്ല, പെൺകുട്ടികൾക്കില്ല. അത് തീരുമാനിക്കപ്പെടുന്ന വീട്ടിലെ രക്ഷിതാക്കളാണ്. സെലക്ഷൻ ഓഫ് വൊക്കേഷൻ by the parents of the family in case of girls, but in case of boys there is no such restriction. ആൺകുട്ടികളുടെ കേസിൽ എന്തില്ല, അത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഫാമിലിയിൽ ഉണ്ടാകുന്നില്ല. പിന്നീട് പറയുന്നു പാരൻസ് ആർ ദ ഫസ്റ്റ് സോഷ്യലൈസേഷൻ ഏജൻറ്റ്. നമ്മൾ പറഞ്ഞു പാരൻസ് ആണ് സോഷ്യലൈസേഷൻ, ആദ്യത്തെ സോഷ്യലൈസേഷൻ ഏജൻറ്റ് എന്ന് പറയുന്നത്. ചിൽഡ്രൻ ലേൺ നാച്ചുറലി ആൻഡ് എഫേർട്ട്ലെസ്ലി ഫ്രം ദെയർ ഫാമിലി മെമ്പേഴ്സ്, എസ്പെഷ്യലി ഫ്രം പാരൻസ് ത്രൂ പ്രോസസ് ഓഫ് ഇമിറ്റേഷൻ എന്ന് പറയുന്ന ഒരു മാർഗത്തിലൂടെ അല്ലേ, ഇമിറ്റേറ്റ് ചെയ്യുന്നതിലൂടെ മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഇമിറ്റേറ്റ് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യുന്നു, ഓരോ കുട്ടികളും എന്ത് ചെയ്യുന്നു, വളരെ നാച്ചുറലായിട്ട് വളരെ എഫേർട്ട്ലെസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഫാമിലി മെമ്പേഴ്സിൽ നിന്നും പാരൻസിൽ നിന്നുമൊക്കെ എന്ത് ചെയ്യുന്നു, ഈ ജെൻഡർ ഐഡൻറ്റിറ്റിയെക്കുറിച്ചും ജെൻഡർ റോളിനെ കുറിച്ചുമൊക്കെ എന്ത് ചെയ്യുന്നു, അവർ പഠിച്ചെടുക്കുന്നു. ദ വേ ഓഫ് ഡ്രസ്സിങ്, സ്പീക്കിംഗ്, ബിഹേവിങ് എക്സെട്ര, ഫാമിലിയിലുള്ള മെമ്പേഴ്സ് ഡ്രസ്സ് ധരിക്കുന്ന രീതി, സംസാരിക്കുന്ന രീതി, ബിഹേവ് ചെയ്യുന്ന രീതി, ഇതിനൊക്കെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ ഈ പറയുന്ന ജെൻഡർ ഐഡൻറ്റിറ്റിയും സോഷ്യലൈസേഷൻ പ്രാക്ടീസസും ഒക്കെ നടക്കുന്നു അല്ലേ. മദർ ടങ്ക്, ടീച്ചർ, ജെൻഡർ റോൾസ് ഹെൽപ്സ് ടു അഡാപ്റ്റ് ദ എക്സ്പെക്റ്റഡ് ബൈ ദി സൊസൈറ്റി. നമ്മൾ എപ്പോഴും സൊസൈറ്റി എന്താണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ രീതിയിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഓരോ കുട്ടിയെയും വളർത്തിക്കൊണ്ട് വരുന്നത്. ഓൾഡർ സിബ്ലിങ്സ് ഓൾസോ പ്ലേ ആൻഡ് സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ സോഷ്യലൈസേഷൻ പ്രോസസ്സ്. ഈ പറയുന്ന സാമൂഹിക ജെൻഡർ സോഷ്യലൈസേഷൻ, ലിംഗപരമായ സാമൂഹികവൽക്കരണ പ്രക്രിയയിൽ ഉയർന്ന അല്ലെങ്കിൽ ഓൾഡർ സിബ്ലിങ്സ് അല്ലെ, വയസ്സിന് മൂത്ത സഹോദരങ്ങളോ സഹോദരിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്.
പിന്നീട് പറയുന്നു, പലപ്പോഴും റോൾ മോഡലിംഗ് ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നടക്കുന്നത്. തൻ്റെ അച്ഛനെയോ തൻ്റെ അമ്മയെയോ തൻ്റെ പെങ്ങളെയോ ഒക്കെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന കുട്ടികൾ എന്ത് ചെയ്യുന്നു, റോൾ മോഡലായിട്ട് കാണുന്നു. എന്നിട്ട് അവരെ റോൾ മോഡലായി കണ്ട്, അവരൊരു മോഡലായി കണ്ടുകൊണ്ട്, അവരെ ഒരു ബേസായി കണ്ടുകൊണ്ട്, അല്ലേ, അവരെ എന്ത് ചെയ്യുന്നു, ഒരു ബേസായി കണ്ടുകൊണ്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, അവർ പ്രവർത്തിക്കുന്നു. സെയിം സെക്സ് കാറ്റഗറിയിലുള്ള ഒരാളെ അവരെന്ത് ചെയ്യുന്നു, അവരുടെ റോൾ മോഡലായിട്ട് കാണുന്നു. അച്ഛനെ ആണെങ്കിൽ അച്ഛനെ, അമ്മയെ ആണെങ്കിൽ അമ്മയെ. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഓരോരുത്തരെയും അവർ റോൾ മോഡലായി കണ്ടിട്ട് എന്ത് ചെയ്യുന്നു, അതിനനുസരിച്ച് അവർ ഒബ്സർവേഷനിലൂടെയും ഇമിറ്റേഷനിലൂടെയും അവരുടെ ജെൻഡർ റോളും ജെൻഡർ സോഷ്യലൈസേഷനും ഒക്കെ നടത്തുന്നു. പിന്നെ ഓർഗനൈസേഷണൽ കൾച്ചർ ഓർ ഫാമിലി കൾച്ചർ, മൊത്തത്തിലുള്ള ഒരു കൾച്ചർ, സംസ്കാരം എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ജെൻഡർ സോഷ്യലൈസേഷൻ പ്രാക്ടീസസിനെയും ജെൻഡർ ഐഡൻറ്റിറ്റിയെയും ബാധിക്കുന്നുണ്ട്. ഒബ്സർവേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ, മെൻറ്ററിങ്, ഇൻഫോർമൽ നെറ്റ്വർക്ക് ആൻഡ് സോഷ്യൽ ഗ്രൂപ്പ്സ്, കളക്റ്റീവ് ലേണിംഗ്, അഡാപ്റ്റേഷൻ ടു ചേഞ്ച്, ഈ മാർഗങ്ങളിലൂടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ കുട്ടികൾ ഈ പറയുന്ന ജെൻഡർ ഐഡൻറ്റിറ്റി ആൻഡ് സോഷ്യലൈസേഷൻ പ്രാക്ടീസസ് നടത്തുന്നുണ്ട്. നിരീക്ഷണങ്ങളിലൂടെ, പങ്കെടുക്കുന്നതിലൂടെ, മെൻറ്ററിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇൻഫോർമൽ നെറ്റ്വർക്കുകൾ, അനൗപചാരികമായിട്ടുള്ള കൂട്ടായ്മകളും, അത്തരത്തിലുള്ള കൂട്ടായ്മകളിലൂടെ, കളക്റ്റീവ് ലേണിംഗ്, ഒത്തൊരുമിച്ചുള്ള പഠനത്തിലൂടെ, അല്ലേ, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കും, ഇത്തരത്തിലുള്ള ജെൻഡർ റോളുമായി ബന്ധപ്പെട്ട, ജെൻഡർ ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു കുട്ടി എന്ത് ചെയ്യുന്നു, പഠിച്ചെടുക്കുന്നുണ്ട്. അതിലൂടെ അയാൾ ജെൻഡർ സോഷ്യലൈസേഷൻ്റെ ഭാഗമാകുന്നു. അടുത്തതാണ് ജെൻഡർ ഐഡൻറ്റിറ്റി ആൻഡ് സോഷ്യലൈസേഷൻ, സ്കൂൾ ആൻഡ് ഓർഗനൈസേഷൻ. സ്കൂളിലും അതുപോലെ ഓർഗനൈസേഷനിലും ജെൻഡർ ഐഡൻറ്റിറ്റി ആൻഡ് സോഷ്യലൈസേഷൻ എങ്ങനെയാണ്. നെക്സ്റ്റ് ടു ഫാമിലി, ഫാമിലി കഴിഞ്ഞാൽ, നെക്സ്റ്റ് ടു ഫാമിലി, ഫാമിലി കഴിഞ്ഞാൽ അടുത്തത് ഏതാണ്, സ്കൂളാണ്. സ്കൂൾ ട്രാൻസ്ഫർ ജെൻഡർ ഐഡൻറ്റിറ്റി, അല്ലേ, സ്കൂൾ എന്ത് ചെയ്യുന്നു, അവിടെ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ജെൻഡർ ഐഡൻറ്റിറ്റി എന്ത് ചെയ്യും, പലപ്പോഴും ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടേക്കാം. മെയിൻലി അക്കംപ്ലിഷ് ത്രൂ പിയർ ഇൻഫ്ലുവൻസ്, പലപ്പോഴും ഈ ജെൻഡർ ഐഡൻറ്റിറ്റിയിൽ പ്രധാനമായൊരു ഇൻഫ്ലുവൻസ് കൊണ്ടുവരുന്ന ആരാണ്, പിയർ ഇൻഫ്ലുവൻസ് ആണ്. ഒരു ക്ലാസ് മുറിയിൽ, ഒരു ക്ലാസ്സിൽ, അല്ലെങ്കിൽ ഒരു സ്കൂളിൽ തൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ, സോ കൂടെ പഠിക്കുന്നതായിട്ടുള്ള കുട്ടികൾ നമ്മൾ പിയർ ഗ്രൂപ്പ് എന്നൊക്കെ പറയും, അല്ലേ, സമാന വയസ്സിലുള്ള സമപ്രായക്കാരായിട്ടുള്ള ആളുകൾ, കൂടെ പഠിക്കുന്ന, സ്കൂളിൽ പഠിക്കുന്ന സമപ്രായക്കാരായിട്ടുള്ള ആളുകൾ, അവരിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ജെൻഡർ ഐഡൻറ്റിറ്റിയും ഈ ജെൻഡർ സോഷ്യലൈസേഷനൊക്കെ സാധ്യമാവുന്നത്. ഓരോ കുട്ടിയുടെയും അറിവ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ് അവിടെ കുടുംബത്തിൽ. The knowledge access from the family is limited to a children. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾക്ക് പരിമിതികളുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. സോ അടുത്ത ജെൻഡർ സോഷ്യലൈസേഷൻ ആൻഡ് ജെൻഡർ ഐഡൻറ്റിറ്റി പ്രോസസ്സിൽ അടുത്ത ഒരു ഏജൻറ്റ്, സോഷ്യലൈസേഷൻ ഏജൻറ്റ് ആരാണ്, സ്കൂളാണ്. സോ കുട്ടി എന്ത് ചെയ്യുന്നു, അടുത്തതായി പോകുന്ന എവിടേക്കാണ്, സ്കൂളിലേക്കാണ്. ദർ ആർ സോ മെനി സ്റ്റുഡൻസ്, ഒരുപാട് കുട്ടികളുണ്ട്, അല്ലേ, ഒരുപാട് കുട്ടികളുണ്ട് അവിടെ, ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. പലപ്പോഴും എന്ത് ചെയ്യും, പല ജെൻഡർ ഐഡൻറ്റിറ്റിയിൽപ്പെട്ട കുട്ടികളായിരിക്കാം ഉണ്ടാകുന്നത്, അല്ലേ. പ്രധാനമായിട്ടുള്ള ബൈനറി ആയിട്ടുള്ള കുട്ടികളും ഉണ്ടാവും, ഒരു പക്ഷേ എന്ത് ചെയ്യാം, മറ്റുള്ള രീതിയിലുള്ള കുട്ടികളും. ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള സ്കൂളാണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ മറ്റ് രീതികളിലുള്ള കുട്ടികളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ എന്ത് ചെയ്യും, അവിടെ വെച്ചിട്ട് ഓരോ കുട്ടിയുടെയും ജെൻഡർ ഐഡൻറ്റിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്. ഓരോരുത്തരുടെയും ജെൻഡർ ഐഡൻറ്റിറ്റി ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. പരസ്പരമായ കമ്മ്യൂണിക്കേഷനിലൂടെ, പരസ്പരമായിട്ടുള്ള ഇൻറ്ററാക്ഷനിലൂടെ എന്ത് ചെയ്യുന്നു, ഒരുപാട് ഇൻഫ്ലുവൻസ് വരുത്താൻ ഓരോ ക്ലാസ് മുറികളിലെയും ഒരു സ്കൂളിലെയും എന്ത് ചെയ്യുന്നു, പിയർ ഗ്രൂപ്പിന് സാധിക്കുന്നു. തൻ്റെ കൂടെ പഠിക്കുന്ന സമപ്രായക്കാരായിട്ടുള്ള ഫ്രണ്ട്സ്, കുട്ടികൾ എന്ത് ചെയ്യുന്നു, അവർക്ക് സാധിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെയോ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് എക്സേർട്ട് ഇൻഫ്ലുവൻസ് ഓൺ ചിൽഡ്രൻ ഇൻ ദി ലേണിംഗ് ജെൻഡർ റോൾ. ഓരോരുത്തരുടെയും ജെൻഡർ റോളിനെ കുറിച്ച് പഠിക്കുന്നതിൽ എന്ത് ചെയ്യുന്നു, ഇൻസ്ട്രക്ഷൻ മെറ്റീരിയലിന് പ്രധാനപ്പെട്ട പങ്കുണ്ട്. ഇൻസ്ട്രക്ഷൻ മെറ്റീരിയലിന് പ്രധാനപ്പെട്ട പങ്കെന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയെക്കുറിച്ച് പഠിപ്പിക്കുന്നു, ഒരു ചിത്രം നൽകിയിരിക്കുന്നു. ഒരു സ്ത്രീ എന്ത് ചെയ്യുന്നു, വീട്ടിലെ അടുക്കളയിലെ ഭക്ഷണങ്ങൾ എന്ത് ചെയ്യുന്നു, പാചകം ചെയ്യുന്ന ഒരു ചിത്രം. തൊട്ടടുത്ത് നൽകിയിരിക്കുന്നു ഒരു കുട്ടി എന്ത് ചെയ്യുന്നു, വീട്ടിലെ തയ്യൽ മെഷീനിൽ തയ്ക്കുന്ന ചിത്രം, ഒരു പെൺകുട്ടി. അടുത്തതായി നൽകിയിരിക്കുന്നു ഒരു ആൺകുട്ടി എന്ത് ചെയ്യുന്നു, ഒരു കളിപ്പാട്ടം കളിക്കുന്ന ചിത്രം. അതുപോലെ തന്നെ മറ്റൊരു ചിത്രം നൽകിയിരിക്കുന്നു, അച്ഛൻ എന്ത് ചെയ്യുന്നു,
ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്രം. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങൾ നൽകിയിരിക്കുന്നു. ഇതിലൂടെ തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? ജെൻഡർ റോളിനെ ട്രാൻസ്ഫർ ചെയ്യുവാൻ, ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ എന്ത് ചെയ്യുന്നു? സാധിക്കുന്നുണ്ട്. സോ വ്യത്യസ്തമായ ജോലികൾ പരിചയപ്പെടുത്തുന്ന ഒരു വിഭാഗം സ്കൂളുകളിലുണ്ടാവും. സ്കൂളുകളിൽ ചെല്ലുമ്പോൾ അവിടെ വ്യത്യസ്തമായ ജോലികൾ പരിചയപ്പെടുത്തുന്നതുണ്ടാവും. അവിടെ തൂപ്പുകാരി അല്ലെങ്കിൽ സ്വീപ്പർ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് സ്ത്രീയെയാണ്. വാച്ച്മാൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഒരു പുരുഷനെയാണ്. പോലീസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് പുരുഷനെയാണ്. ഓക്കെ, അതുപോലെ തന്നെ ടൈലറിംഗ് വർക്ക് ചെയ്യുന്ന ആളെ കാണിക്കുന്നത് സ്ത്രീയെയാണ്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ജോലികളെക്കുറിച്ചുള്ള ചിത്രങ്ങൾ കാണിക്കുമ്പോൾ തന്നെ അവിടെ എന്ത് ചെയ്യുന്നു? ജെൻഡർ വൈസ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ അതിലൂടെ എന്ത് ചെയ്യുന്നു? പല കുട്ടികൾ എന്ത് ചെയ്യുന്നു? ജെൻഡർ റോളിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നുണ്ട് അല്ലേ? പ്രത്യേകിച്ച് ടെലിവിഷൻ ഒരു എക്സാമ്പിളാണ്. ടെലിവിഷനിൽ എന്ത് ചെയ്യുന്നു? ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ് കാര്യമായിട്ട് നടക്കുന്നുണ്ട് അല്ലേ? ടെലിവിഷനിലൂടെ, സിനിമകളിലൂടെ, സീരിയലിലൂടെ അല്ലേ, ഒ ടി ടികളിലൂടെ, വെബ് സീരീസുകളിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നു? സ്ത്രീകളെ ഒരു ഒബ്ജക്റ്റിഫിക്കേഷനായി കാണിക്കുന്നുണ്ട്. അതുപോലെ സ്ത്രീകൾ എന്ത് ചെയ്യുന്നു? ഒരു സ്ലേവായിട്ട്, ഒരു അടിമപ്പണി ചെയ്യുന്ന ആളായിട്ട് കാണിക്കുന്നുണ്ട്. സ്ത്രീകൾ വളരെ ഇമോഷണൽ ആണെന്ന് കാണിക്കുന്നുണ്ട്. പുരുഷന്മാർ വളരെ മസ്കുലൈൻ ആണെന്ന് കാണിക്കുന്നുണ്ട്. അമാനുഷികരാണെന്ന് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ കാണിക്കുന്നു. പലപ്പോഴും എന്ത് ചെയ്യുന്നു? ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ് പോർട്രേ ചെയ്യുന്നതിൽ, കാണിക്കുന്നതിൽ ടെലിവിഷൻ, മീഡിയ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഭാഗമാകുന്നുണ്ട്. സോ ഇൻസ്ട്രക്ഷൻ മെറ്റീരിയൽസ് പലപ്പോഴും എന്താണ്? ഓരോ കുട്ടിയുടെയും ജെൻഡർ റോളിനെ കുറിച്ച് എന്ത് ചെയ്യും? ജെൻഡർ റോൾ പഠിക്കുന്നതിൽ എന്ത് ചെയ്യുന്നു? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നീട് വരുന്നതാണ് സ്കൂൾ സ്പോർട്സ്. ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് സ്കൂൾ സ്പോർട്സ് എന്ന് പറയുന്നത്. ടീച്ച് ആൻഡ് റീഇൻഫോഴ്സ് ജെൻഡർ റോൾ സ്റ്റീരിയോ ടൈപ്പ് ഇൻ ചിൽഡ്രൻ. സ്പോർട്സ് ഗെയിമുകൾ നമുക്ക് എടുത്താൽ അറിയാൻ പറ്റും. സ്പോർട്സ് ഐറ്റംസുകൾ പലപ്പോഴും ജെൻഡർ ബേസ്ഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സ്കൂളുകളിൽ സ്പോർട്സിൻ്റെ സമയത്ത് അത്ലറ്റിക് ആൻഡ് ഗെയിംസ് ഐറ്റംസിന് എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പുരുഷന്മാർക്ക് ഒരു ലിസ്റ്റ്, ആ ലിസ്റ്റിൽ എന്ത് ചെയ്യുന്നു? പുരുഷന്മാരായ ആൺകുട്ടികൾക്ക് മത്സരിക്കാൻ പറ്റുന്ന മത്സര ഇനങ്ങൾ ഒരു ഭാഗത്ത്, പെൺകുട്ടികൾക്ക് മത്സരിക്കാൻ പറ്റുന്ന മത്സരങ്ങൾ മറ്റൊരു ഭാഗത്ത്. ഇവിടെ സ്പോർട്സിൽ എന്ത് ചെയ്യുന്നു? ഒരു ഡിസ്ക്രിമിനേഷൻ നടക്കുന്നുണ്ട്. ആക്ച്വലി ആൺകുട്ടികൾക്ക് ഇന്ന മത്സരങ്ങൾ, പുരുഷന്മാർക്ക് ഇന്ന മത്സരങ്ങൾ, ഇത്ര കിലോ വിഭാഗത്തിൽ. പറഞ്ഞു വരുന്നത് എന്താണ്? ഇവിടെ നടക്കുന്ന സ്കൂളിലെ സ്പോർട്സിൽ എന്ത് ചെയ്യുന്നു? ഈ ജെൻഡർ റോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്, ജെൻഡർ റോളിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പിന്നെ മാനേജ്മെൻറ്റ് സിസ്റ്റം റീഇൻഫോഴ്സ് ഐഡിയ ഓഫ് അതോറിറ്റേറിയൻ മെൻ ആൻഡ് സബോർഡിനേറ്റ് വുമൺ. ഇപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ മാനേജ്മെൻറ്റ് സിസ്റ്റം, സ്കൂളുകളിലൊക്കെയുള്ള മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ അതോറിറ്റേറിയൻ ആയിട്ടുള്ള ആൾ, അതായത് ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ആരായിരിക്കും? അത് പുരുഷനായിരിക്കും. അയാളാണ് എന്ത് ചെയ്യുക? തീരുമാനങ്ങൾ എടുക്കുന്നത്. അതിൻ്റെ സബോർഡിനേറ്റ് ആയിട്ട് കീഴിൽ നിൽക്കുന്ന ആളുകളാണ് ആര്? സ്ത്രീകളായിട്ട് വരുന്നത്. സോ ഇത് ഒരു ജെൻഡർ റോളിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മീഡിയയിലൂടെ എന്ത് ചെയ്യുന്നു? പലപ്പോഴും എങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? ബിഹേവ് ചെയ്യേണ്ടതെന്നും, എങ്ങനെയാണ് ഒരു ഫെമിനൈൻ ആയിട്ടുള്ള ആൾ ബിഹേവ് ചെയ്യേണ്ടതെന്നും, എങ്ങനെയാണ് മസ്കുലൈൻ ആയിട്ടുള്ള ഒരാൾ ബിഹേവ് ചെയ്യേണ്ടതെന്നും, എങ്ങനെയാണ് ഒരു ഫെമിനൈൻ ആയിട്ടുള്ള ആൾ ഡ്രസ്സ് ചെയ്യേണ്ടതെന്നും, എങ്ങനെയാണ് ഒരു മസ്കുലൈൻ ആയിട്ടുള്ള ആൾ ഡ്രസ്സ് ചെയ്യേണ്ടത്, എല്ലാം എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് എങ്ങനെ ചിന്തിക്കണമെന്ന് വരെ എന്ത് ചെയ്യുന്നു? ഈ മീഡിയാസിലൂടെ, മാധ്യമങ്ങളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? മാധ്യമങ്ങളിലെ പ്രോഗ്രാമുകളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. സോ ജെൻഡർ ഐഡൻറ്റിറ്റി ആൻഡ് സോഷ്യലൈസേഷനിൽ സ്കൂളിലും ഓർഗനൈസേഷനും ഒക്കെ വളരെ പ്രാധാന്യമുണ്ട് എന്നാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അടുത്ത പറയുന്നു ബിഹേവിയേഴ്സ് എക്സ്പെക്റ്റഡ് ഫോർ ഗേൾസ് ബൈ ദി സൊസൈറ്റി. ഓരോ സ്ത്രീകളിൽ നിന്നും, ഓരോ പെൺകുട്ടികളിൽ നിന്നും സമൂഹം പ്രതീക്ഷിക്കുന്നതായിട്ടുള്ള പെരുമാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ഒബീഡിയൻസ് ആണ്, അനുസരണശീലം. പെൺകുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യണം? അനുസരിക്കണം. ആര് പറഞ്ഞാലും എന്ത് ചെയ്യണം? എല്ലാത്തിനെയും അനുസരിക്കുന്നവളാകണം. പിന്നെയോ ഹെൽപ്പിംഗ് മദർ ഇൻ ഫാമിലി. കുടുംബത്തിൽ എന്ത് ചെയ്യണം? അമ്മയെ സഹായിക്കുന്ന ആളായിരിക്കണം ആര്? വീട്ടിലെ പെൺകുട്ടികൾ. പിന്നെയോ ഗെറ്റ് എഡ്യൂക്കേറ്റഡ്. ആവശ്യത്തിന് എന്ത് ചെയ്യണം? വിദ്യാഭ്യാസം കിട്ടുകയും വേണം. പിന്നെയോ ബ്യൂട്ടി വിത്ത് മോഡസ്റ്റി. സൗന്ദര്യം അതിൻ്റെ ഒരു അനുവദനീയമായ അളവിൽ എന്ത് ചെയ്യണം? സൗന്ദര്യമുള്ളവളായിരിക്കണം. സെൽഫ് കൺട്രോൾ, സ്വയം നിയന്ത്രണം, സ്വയം ക്ഷമ, കാര്യങ്ങളൊക്കെ അല്ലേ, സ്വയം നിയന്ത്രണത്തിലുള്ള കഴിവുണ്ടാവുന്ന ആളാവണം. അതുപോലെ പേഷ്യൻസ്, ക്ഷമയുണ്ടാകണം. അതുപോലെ ഫോളോയിങ് കൾച്ചറൽ ട്രഡീഷൻ, പരമ്പരാഗതമായിട്ടുള്ള ഒരു പാരമ്പര്യമുള്ള ഒരു സമൂഹമാണ്. ആ സമൂഹത്തിലെ എന്ത് ചെയ്യണം? പിന്തുടരുന്ന ആളായിരിക്കണം ആര്? ആ സംസ്കാരത്തെ
പിന്തുടരുന്ന ആളായിരിക്കണം ആര്, സ്ത്രീകളെന്ന് പറയുന്നത്. പിന്നെയോ ഗുഡ് കണ്ടക്ട്, നല്ല പ്രവൃത്തി, നല്ല രീതി, നല്ല സ്വഭാവത്തോടു കൂടി ഉള്ള ആളുകളായിരിക്കണം സ്ത്രീകളെന്നാണ് സൊസൈറ്റിയിൽ സമൂഹം എന്ത് ചെയ്യുന്നത്, അവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അടുത്ത പറയുന്നു ബിഹേവിയർ എക്സ്പെക്റ്റഡ് ഓഫ് ബോയ്സ് ബൈ ദി സൊസൈറ്റി. സമൂഹം പ്രതീക്ഷിക്കുന്നതായിട്ടുള്ള ആൺകുട്ടികളിൽ നിന്നുള്ള പെരുമാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് കറേജാണ്, നല്ല ധൈര്യം അല്ലേ. ആൺകുട്ടികളായാലും എന്ത് ചെയ്യണം, കരയാൻ പാടില്ല, ഇമോഷണൽ ആവാൻ പാടില്ല. അവർക്ക് എന്ത് വേണം? കറേജ് വേണം, ധൈര്യം ഉണ്ടായിരിക്കണം. ആണുങ്ങൾ കരയാൻ പാടില്ല, ആൺകുട്ടികൾ പേടിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു സ്റ്റീരിയോ ടൈപ്പായിട്ടുള്ള കാര്യങ്ങൾ സൊസൈറ്റിയിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കറേജ്, ധൈര്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു ബിഹേവിയറാണ്. അത് ബോയ്സിന് ഉണ്ടാവണം എന്നാണ് സൊസൈറ്റി ആഗ്രഹിക്കുന്നത്. പിന്നെയോ എബിലിറ്റി ടു ആക്ട് എഫിഷ്യൻ്റ്ലി, വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുവാനുള്ള കഴിവ് ആൺകുട്ടികൾക്ക് ഉണ്ടായിരിക്കണം. വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുവാനുള്ള കഴിവ്. പിന്നെയോ ബീയിങ് ഹെൽപ്ഫുൾ ടു ദി ഫാദേഴ്സ് അല്ലേ, വീട്ടിലെ അച്ഛൻ എന്ത് ചെയ്യണം, സഹായം ചെയ്യുന്ന, ഉപകാരപ്രദമാവുന്ന ഒരാളായിട്ട് എന്ത് ചെയ്യണം, ആൺകുട്ടികൾ മാറണം. പിന്നെ പ്രൊഫിഷ്യൻസി ഇൻ എഡ്യൂക്കേഷൻ, സാധാരണ വിദ്യാഭ്യാസമല്ല, നല്ല വിദ്യാഭ്യാസം, നല്ല അറിവ്, ഏറ്റവും ഉയർന്ന അറിവ് എന്ത് ചെയ്യണം, കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഗെറ്റ് ട്രെയിൻഡ് ഇൻ സ്കിൽസ്, എന്ത് ചെയ്യണം, ഓരോ കഴിവുകൾ എന്ത് ചെയ്യണം, കുട്ടികൾ പരിശീലിച്ച്, ആൺകുട്ടികൾ എന്ത് ചെയ്യണം, പരിശീലനത്തോടെ ഓരോ കഴിവുകളൊക്കെ എന്ത് ചെയ്യണം, നേടിയെടുക്കണം. പിന്നെയോ ബീയിങ് റെസ്പോൺസിബിൾ ടു പ്രൊട്ടക്ട് ദ ഫാമിലി, കുടുംബം പോറ്റുവാൻ, കുടുംബത്തെ സംരക്ഷിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട ആളായിട്ട് മാറണം ആര്, ആൺകുട്ടി. പിന്നെയോ ഏണിങ് ഫോർ ദി ഫാമിലി, കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്യണം, സമ്പാദിക്കണം. സേവിങ് ഫോർ ഫ്യൂച്ചർ അല്ലെ, ഭാവിക്ക് വേണ്ടി എന്ത് ചെയ്യണം, സേവ് ചെയ്യണം, സമ്പാദിച്ചു വെക്കണം. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സ്കില്ല് ഉണ്ടായിരിക്കണം. കാര്യങ്ങളൊക്കെ കാര്യനിർവഹണം നടത്തുവാനുള്ള, കാര്യങ്ങളെ കൃത്യമായി നിർവഹണം നടത്തുവാനുള്ള, ഭരണം നടത്തുവാനുള്ള കഴിവുണ്ടായിരിക്കണം. ഗുഡ് കണ്ടക്റ്റ്, നല്ല സ്വഭാവം ആയിരിക്കണം. പിന്നീട് പറയുന്നു ബിഹേവിയർ ഓഫ് ഗേൾസ് ഡിസ്ലൈക്ഡ് ബൈ ദി സൊസൈറ്റി, സമൂഹം ഇഷ്ടപ്പെടാത്ത പെൺകുട്ടികളുടെ സ്വഭാവം എന്തൊക്കെയാണ്? ഷോയിങ് മോർ ഇൻട്രസ്റ്റ് ഇൻ ബ്യൂട്ടി, സൗന്ദര്യത്തിൽ അധികമായ താല്പര്യം കാണിക്കുകയാണെങ്കിൽ, സ്ത്രീകൾ സൗന്ദര്യത്തിൽ അധികമായ താല്പര്യം, അമിതമായ താല്പര്യം കാണിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അത് സമൂഹം ഇഷ്ടപ്പെടുന്നില്ല അല്ലേ. സ്വാഭാവികമായി സമൂഹത്തിലുള്ള ആൾക്കാരെന്ത് ചെയ്യും, അത്തരത്തിലുള്ള കുട്ടികളെ എന്ത് ചെയ്യും, മോശമായിട്ട് കാണും അല്ലേ. നമ്മൾ പുട്ടിയിടുക എന്നൊക്കെ പറയും, കുട്ടികൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് അതിനെ എന്ത് ചെയ്യുന്നു, മോശമായി കാണും. പിന്നെ ടോക്കറ്റീവ്, അധികമായി സംസാരിക്കുന്നത് അല്ലേ, അധികമായി സംസാരിക്കുന്ന പെൺകുട്ടികളെ സമൂഹം ഇഷ്ടപ്പെടുന്നില്ല. പെൺകുട്ടികളെപ്പോഴും സംസാരിക്കേണ്ടത് മിതത്വത്തിലായിരിക്കണം, മിതമായിട്ടായിരിക്കണം. ആവശ്യത്തിന് മാത്രം എന്ത് ചെയ്താൽ മതി, പെൺകുട്ടികൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ സംസാരിച്ചാൽ മതി എന്നുള്ള ഒരു കൺസെപ്റ്റാണ് സൊസൈറ്റിക്ക് ഉള്ളത്. പിന്നെ ഗോസിപ്പിംഗ് അല്ലേ, ഗോസിപ്പുകൾ ഉണ്ടാക്കുക അല്ലേ, അടുക്കള രഹസ്യം, അങ്ങാടിപ്പാട്ട് എന്ന് പറയുന്ന പോലെ ഗോസിപ്പുകൾ ഉണ്ടാക്കുന്ന കാര്യം, യഥാർത്ഥമല്ലാത്ത കാര്യങ്ങൾ പടച്ചു വിടുക, അത്തരത്തിലുള്ള സ്ത്രീകളുടെ സ്വഭാവങ്ങൾ എന്താണ്, സമൂഹം ഇഷ്ടപ്പെടുന്നില്ല. മൂവിങ് ഔട്ട് ഓഫ് ഹൗസ് അറ്റ് ഓഡ് ഹവേഴ്സ്, വീട്ടിൽ നിന്ന് പുറത്തു പോവുക വൈകുന്നേരങ്ങളിൽ, രാത്രികളിലൊക്കെ, ആ രാത്രി 6 മണിക്ക് ശേഷമൊക്കെ എന്ത് ചെയ്യുക, പെൺകുട്ടികൾ എന്ത് ചെയ്യുക, വീടിന് പുറത്തേക്ക് പോകുന്നത് എന്ത് ചെയ്യുന്നില്ല, സമൂഹം ഇഷ്ടപ്പെടുന്നില്ല. റിട്ടേണിങ് ഹോം അറ്റ് ലേറ്റ് നൈറ്റ്, വളരെ നേരം വൈകിട്ട് അർദ്ധരാത്രിയിൽ എന്ത് ചെയ്യുക, വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിനെ എന്ത് ചെയ്യുക, ഈ പറയുന്ന സമൂഹം ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ ചാമ്പ്യൻഷിപ്പ് വിത്ത് ഓപ്പോസിറ്റ് സെക്സിലുള്ള ആളുമായിട്ട് ചാമ്പ്യൻഷിപ്പിൽ, മത്സരങ്ങളിൽ ഏർപ്പെടുന്നത് എന്ത് ചെയ്യുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല അല്ലേ. എന്ത് തരത്തിലുള്ള സ്പോർട്സ് ഗെയിംസ് ആവട്ടെ, അത്ലറ്റിക് മത്സരമാവട്ടെ, ഏത് മത്സരമാണെങ്കിലും എതിർ ലിംഗക്കാരായ ഒരു വ്യക്തിയുമായി മത്സരത്തിൽ ഏർപ്പെടുന്നതിനെ സമൂഹം എന്ത് ചെയ്യുന്നില്ല, അതിനെ അനുകൂലിക്കുന്നില്ല. ഫില്ലിങ് എവേ ദ ടൈം, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ള ബിഹേവിയേഴ്സ്, ഡിസ്ലൈക്ക്ഡ് ബൈ ദി സൊസൈറ്റി, സമൂഹം ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള ബിഹേവിയേഴ്സ് ഈ പറയുന്നവയൊക്കെയാണ്. പിന്നെ ബോയ്സിൻ്റെ സൊസൈറ്റി അംഗീകരിക്കാത്ത
കാര്യങ്ങൾ എന്തെല്ലാമാണ്, സമൂഹത്തിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, പെരുമാറ്റങ്ങൾ എന്തെല്ലാമാണ്? ഒന്ന് ലേസിനെസ്സാണ്, മടി. ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് മടി ഉണ്ടാവാൻ പാടില്ല എന്ന് സമൂഹം പറയും. ബാഡ് ഹാബിറ്റ്സ് ഓർ ബാഡ് മാനേഴ്സ്, മോശം സ്വഭാവങ്ങളും മോശം ശീലങ്ങളും ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഡിസൊബീഡിയൻസ് ടു പാരൻസ്, രക്ഷിതാക്കൾ പറഞ്ഞ കാര്യങ്ങളെ അനുസരിക്കാതിരിക്കുക, അതും സൊസൈറ്റി ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. ഡിസൊബീഡിയൻസ് എന്ന് പറയുമ്പോൾ പരിഗണിക്കാതിരിക്കുക, അതിന് കാര്യമായ പരിഗണന കൊടുക്കാതിരിക്കുക, രക്ഷിതാക്കളോട് എന്ത് ചെയ്യുക, കാര്യമായിട്ട് തർക്കുത്തരം പറയാമെന്നൊക്കെ പറയും, എതിർവാദം ഉന്നയിക്കുക, അതൊന്നും പറ്റില്ല. പിന്നെ ഡിസ്ഇൻട്രസ്റ്റ് ഇൻ എഡ്യൂക്കേഷൻ ഓർ ജോബ്, ജോലി ചെയ്യുന്നതിനോ വിദ്യാഭ്യാസത്തിനോ താല്പര്യമില്ലായ്മ, അതും ആൺകുട്ടികളിൽ സൊസൈറ്റി അംഗീകരിക്കാത്ത ഒരു കാര്യമാണ്. പിന്നെ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ആൻറ്റി സോഷ്യൽ എലമെൻറ്റ്സ്, ആൻറ്റി സോഷ്യൽ എലമെൻറ്റ്സ് ഉള്ള സമൂഹത്തിനെതിരായി പ്രവർത്തിക്കുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകളുമായി സാമൂഹിക വിരുദ്ധരുമായിട്ടുള്ള ചങ്ങാത്തം പാടില്ല എന്നും ഇവിടെ എന്ത് ചെയ്യുന്നു, സൊസൈറ്റി ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ നെഗ്ലക്റ്റിംഗ് ഫാമിലി, ഒരു കുടുംബത്തെ പരിഗണിക്കാതിരിക്കുക, ഒരു ആൺകുട്ടി കുടുംബത്തെ പരിഗണിക്കാതെ ജീവിക്കുക, കുടുംബത്തെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അത് സൊസൈറ്റി ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. ഒരാൺകുട്ടി തൻ്റെ കാര്യം മാത്രം നോക്കി നടക്കുക, തൻ്റെ കുടുംബത്തെയോ അച്ഛനെയോ അമ്മയെയോ ഒന്നും പരിഗണിക്കാതെ പോവുകയാണെങ്കിൽ, അവഗണിക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യുന്നില്ല, സൊസൈറ്റി ഇഷ്ടപ്പെടുന്നില്ല. പിന്നെയോ ലീഡിങ് എ പർപ്പസ്ലെസ് ലൈഫ്, ഒരു ലക്ഷ്യബോധമില്ലാത്ത, പർപ്പസ് ഇല്ലാത്ത ജീവിതമാണ് മുന്നോട്ട് നയിക്കുന്നത് എങ്കിൽ, കൃത്യമായ ലക്ഷ്യമോ ബോധ്യമോ ഇല്ലാത്ത ജീവിതമാണ് ഒരു വ്യക്തി, ഒരു ആൺകുട്ടി നയിക്കുന്നത് എങ്കിൽ, അത്തരത്തിലുള്ള പെരുമാറ്റത്തെയും സൊസൈറ്റി എന്ത് ചെയ്യുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. ഇതൊക്കെയാണ് ബിഹേവിയേഴ്സ് ഓഫ് ബോയ്സ് ഡിസ്ലൈക്ഡ് ബൈ സൊസൈറ്റി.